ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യരുത് എന്ന് ആഗ്രഹിച്ച കാര്യമായിരുന്നു ഇത്. എൻ്റെ പേര് അനന്ത് വിസുനു. ഐ എം ഫ്രം ഇടുക്കി. റൈറ്റ് നൗ ഐ ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ബിൽഡിംഗ് മൈ കരിയർ. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. മെയിൻലി ഞാൻ മീഡിയ സെക്ടറിലാണ് ഇപ്പോൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ലാസ്റ്റ് 6 ഇയേഴ്സായി ഈ ഒരു ഫീൽഡിലോട്ടേക്ക് എൻട്രി ചെയ്തിട്ട്. പക്ഷേ സീരിയസ് ആയിട്ട് ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഇനീഷ്യൽ സ്റ്റേജിൽ ട്രാവലിംഗ് ചെയ്യുക എന്നുള്ളൊരു ബേസിസിലായിരുന്നു ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആ ഒരു ടൈമിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഫൈനാൻഷ്യൽ ബാക്കിങ്ങും കാര്യങ്ങളും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. ആൻഡ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കാരണം ഞാൻ സ്റ്റക്കാണ് അറ്റ് ദാറ്റ് പീരീഡ് ഓഫ് ടൈം. അതല്ലാണ്ട് ഓരോരോ ഓപ്ഷൻ എന്തായിരുന്നു എന്ന് എൻ്റെ മൈൻഡ് സെറ്റിലുണ്ടായിരുന്ന ഫാമിലി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെയും എൻ്റെ പേഴ്സണൽ ലൈഫ് വരുന്ന കാരണം എനിക്കതൊന്നും ചെയ്യാൻ യാതൊരു രീതിയിലുള്ള താല്പര്യമുണ്ടായിരുന്നില്ല. ബട്ട് ഇൻ ദിസ് പീരിയഡ് ഓഫ് ടൈം right now I am going to start a documentary. ഇവിടെയും ഒരു മാറ്റമുണ്ട്. We are not doing a simple documentary. We are gonna do a docuserie. ഞാൻ ഈ ഒരു ഡോക്യുമെൻ്ററിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഡോക്യുസറി എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയുടെ ഒരു മേക്കിംഗ് സ്റ്റൈലിനെ കുറിച്ച് മനസ്സിലാക്കിയത്. ഈ ഡോക്യുസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൾട്ടി എപ്പിസോഡ് ഡോക്യുമെൻ്ററി ഫോർമാറ്റാണ് ഫോർ സ്ട്രീമിംഗ് ഓർ TV പർപ്പസസ്. ഇതിൽ നമുക്കൊരു ടോപ്പിക്കിൽ വളരെ ഡീപ്പായിട്ട് എൻട്രി ചെയ്ത് കൂടുതൽ ഡീറ്റെയിലോടുകൂടി സ്റ്റോറി ടെല്ലിംഗ് സാധ്യമാകും. സോ ഐ റിയലൈസ് ദാറ്റ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതിലാണ് എന്ന്. മൾട്ടിപ്പിൾ എപ്പിസോഡ്സ്, സീരിയസ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ്, ഡീപ്പ് എക്സ്പ്ലോറേഷൻ. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലോട്ടേക്ക് എനിക്ക് എന്തായാലും ഇതിൽ നിന്ന് എത്തിച്ചേരാൻ പറ്റും. ലിറ്ററലി സ്പീക്കിംഗ്, ഡോക്യുമെൻ്റ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഈ ഡോക്യുമെൻ്ററി എന്തിനാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ റൈറ്റ് നൗ ഞാനിപ്പോൾ ഒരു മെറ്റീരിയൽ കണ്ടു. ആൻഡ് മെറ്റീരിയൽ കണ്ടപ്പോഴത്തേനും ഇറ്റ്സ് ഓൾ അബൌട്ട് റെക്കോർഡിങ് വാട്ട് എവർ തിങ്സ് വി ഡു. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫ്രം ദിസ് മൂമെൻ്റ് ഓൺവേസ് ക്യാമറയും ട്രൈപ്പോഡും 24 മണിക്കൂർ എൻ്റെ കൂടെ കൊണ്ടേ നടന്നാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി ഞാനൊരു ഡിസിഷൻ മേക്ക് ചെയ്തു. ഇനി മുതൽ ക്യാമറയും ട്രൈപ്പോഡും എന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകും. ഒരു യാത്ര അത് എൻ്റെ ജീവിതത്തിൽ അനിവാര്യമായിരുന്നു. കുറേ നാളായിട്ട് കുറേ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ലൈഫും കരിയറൊക്കെ ഭയങ്കര സ്റ്റക്കാണ്. ഐ നീഡ് എ കംപ്ലീറ്റ് റീസ്റ്റാർട്ട്. എന്തിനു വേണ്ടിയുള്ള ഒരു യാത്രയാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താണ് ഞാൻ അന്വേഷിക്കുന്നത് എന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണം. കുറച്ച് കാഴ്ചകളൊക്കെ കാണണം. ആ ഒരു യാത്ര ലക്ഷ്യമില്ലാണ്ട് ഇറങ്ങിയതാണ്. ഫോർട്ട് കൊച്ചി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ കുറേ അല്ലെങ്കിൽ തിരിഞ്ഞ് കുറേ കാഴ്ചകളൊക്കെ കണ്ടു. മനസ്സൊരിക്കലും ഒരിടത്തും സ്റ്റേണായിട്ട് നിൽക്കുന്നില്ല. പല കാഴ്ചകൾ കാണുന്ന സമയങ്ങളിലും പല വ്യക്തികളെ കാണുന്ന സമയങ്ങളിലും എന്തെന്നില്ലാത്തൊരു ബ്ലാങ്ക്നെസ് ആയിരുന്നു ലൈഫിൽ. ഇനി മുന്നോട്ടേക്ക് എന്ത് ചെയ്യും, എവിടെ നിന്നാണ് എനിക്കൊരു സ്റ്റാർട്ട്, ഏതിലാണ് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. ഐ വാസ് ഓൾവേസ് തിങ്കിങ് അബൌട്ട് ക്രിയേറ്റിംഗ് മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ആൻഡ് ഡൂയിങ് മൾട്ടിപ്പിൾ ബിസിനസ്സസ്. അത് തന്നെയാണ് ഇനീഷ്യൽ തോട്ടും. ബ്രാൻഡ് ബിൽഡിങ്, ബിസിനസ് മേക്കിംഗ്, അതിലോട്ടേക്ക് തന്നെയാണുള്ള യാത്ര. പക്ഷേ എൻ്റെ മനസ്സിൽ ഉള്ള ഈ ഒരു ഡൗട്ട്, ഈ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്, ഫൈനാൻഷ്യലി ഓക്കെ അല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ, ഇങ്ങനത്തെ കുറേ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഇൻസെക്യൂരിറ്റീസൊക്കെ വെച്ചുകൊണ്ട് അവസാനം ഞാൻ എത്തിച്ചേരുന്നത് ഉടുപ്പി കൃഷ്ണൻ്റെ മണ്ണിലാണ്. കർണാടകയിലെ ഉടുപ്പി. ഒരുപാട് കാഴ്ചകൾ കാണാനോ എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നും പറ്റിയില്ല. ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്ട്രെയിറ്റ് ടു ദ ടെമ്പിൾ. ചുമ്മാ പരിസരമൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടു. പക്ഷേ ഉടുപ്പി തന്ന ഒരു അനുഭവം അത് ജീവിതത്തിൽ ഭയങ്കര വലുതായിരുന്നു. നിന്ന നിമിഷങ്ങൾ, കണ്ട കാഴ്ചകൾ, കിട്ടിയ ഓർമ്മകൾ, അനുഭവിച്ച കാര്യങ്ങൾ, ഇതൊന്നും ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ബിസിനസ് ചെയ്യുക, ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, അതാണ് എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഈ ഒരു കംപ്ലീറ്റ് ഡോക്യുസറി ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ബിൽഡ് ചെയ്യുന്ന ബിസിനസ്സുകൾ, എൻ്റെ ലൈഫിൽ ഞാൻ ബിൽഡ് ചെയ്യുന്ന ബ്രാൻഡുകൾ, ഇതിലോട്ടേക്കൊക്കെ ഞാൻ എങ്ങനെ എത്തുന്നു എന്നുള്ളൊരു ട്രാവൽ ജേണി അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ആയിരിക്കും. കൂടുതൽ ക്ലാരിറ്റി ഒന്നും നിലവിലില്ല. റൈറ്റ് നൗ ദ ഓൺലി തിങ് ഐ എം ഡൂയിങ് ഈസ് ദാറ്റ് ജസ്റ്റ് റെക്കോർഡിങ് വാട്ട് എവർ തിങ് ഐ ആം ഡൂയിങ്. കൂടുതൽ ക്ലാരിറ്റിയും കൂടുതൽ റെഗുലേഷൻസും ക്ലിഫ് ഹാങ്ങും എല്ലാം പതിയെ പുറകെ ആയിരിക്കും വരിക. ഈ ഒരു ഡോക്യുമെൻ്ററിയിലോട്ടേക്ക് ഞാൻ നിലവിൽ അധികം എഫേർട്ടോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഷൂട്ട് ചെയ്യാം, ജസ്റ്റ് ബേസിക് എഡിറ്റ് ചെയ്യാം, നിങ്ങളുടെ മുന്നിലോട്ടേക്ക് പോസ്റ്റ് ചെയ്യാം. എൻ്റെ മെയിൻ എഫേർട്ടും കാര്യങ്ങളെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് കാര്യങ്ങളിലോട്ടേക്ക് ആയിരിക്കും. ആൻഡ് വൺ തിങ് ഇസ് ദാറ്റ് റൈറ്റ് നൗ ഐ ആം ഡൂയിങ് സംതിങ് വാല്യുബിൾ. ഈ ഒരൊറ്റ കാര്യമായിരുന്നു ഞാൻ മിസ് ഔട്ട് ചെയ്തത്.
പിന്നെ നേരെ പളനി. എല്ലാം തുടങ്ങിയതും ഇവിടുന്ന്, എല്ലാം അവസാനിച്ചതും ഇവിടുന്ന്, വീണ്ടും തുടങ്ങാൻ പോകുന്നതും ഇവിടുന്ന്. ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, മുന്നോട്ടേക്ക് ഇപ്പോൾ എങ്ങനെയാണെന്നൊക്കെ. ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കുന്ന സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ധാരണയുടെ ആവശ്യമൊന്നുമില്ല. പണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ നേരത്ത് എന്നെ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന കാര്യങ്ങളിപ്പോൾ നിലവിലില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് പബ്ലിക്കിൽ ഇറങ്ങി സംസാരിക്കാൻ ഒരു ഇൻസെക്യൂരിറ്റി ഇല്ല. വേറെ ആൾക്കാർ എന്തെങ്കിലും നോക്കുന്നുണ്ടോ പറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ശരിക്കും വീഡിയോ എടുത്ത് അറപ്പ് മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇത്രയും ആൾക്കാർ നിൽക്കുന്ന സമയത്ത് പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ളൊരു കോൺഫിഡൻസും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും റെഡിയായി. ഐ ഹാവ് ദ ബേസിക് എക്യുപ്മെന്റ്സ് ടു ഡു വാട്ട് എവർ തിങ്സ് ഐ വാണ്ട്, ഹൗ ടു ബിൽഡ് വാട്ട് എവർ തിങ്സ് ഐ നീഡ്. പിന്നെ ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, എൻ്റേതായ കുറേ പ്രോബ്ലംസ് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണം, എൻ്റേതായ കുറേ ഇൻസെക്യൂരിറ്റീസ്, ഇതെല്ലാം എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഐ ആം ഓൾ ഗുഡ്. അപ്പം ഞാൻ നല്ല രീതിയിലൊന്ന് റിഫ്രഷ് ആയി. ഈ ഒരു ഉടുപ്പി യാത്രയും ഇപ്പം നിലവിൽ വന്നേക്കുന്ന ഈ ഒരു പളനി യാത്രയും എല്ലാം എന്നെ ഒരുപാട് സഹായിച്ചിരിക്കുന്നു. പണ്ട് എൻ്റെ യാത്രകൾ ഒരു നേരം പോക്കായിരുന്നു. ഞാൻ ചെയ്തിരുന്ന വീഡിയോസ് ഒരു തമാശയായിരുന്നു. ഇത്രയും വർഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുവരെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു അർത്ഥം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് ഇനി അങ്ങോട്ടേക്ക് ആ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം വരുത്തുകയാണ്. ട്രാവലേഴ്സ് മെമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന കാര്യങ്ങളും പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകൾക്കും ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് കാരണങ്ങളും ഉണ്ടാവും. അതേപോലെ തന്നെ ഞാൻ നിലവിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് കോണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്തിരിക്കുന്നു. മറ്റൊരു ബ്രാൻഡിങ് നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സഹായങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് എനിക്ക് വരാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് വിഷസ് ടു മൈസെൽഫ്. ഇപ്പോൾ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് എവറിത്തിങ് ഹാപ്പൻസ് ഇൻ അവർ ലൈഫ് ഈസ് ഫോർ എ റീസൺ. ഒന്നും റാൻഡം ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ആൻഡ് ഐ ആം റിയലി എൻജോയിങ് ഇറ്റ് അറ്റ് ദിസ് പ്രസൻറ്റ് മൊമെൻറ്റ്. കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇപ്പോഴാണ് പറ്റിയത്. എന്തായാലും ഈ വഴിയെ കാണാം.